നമസ്കാരം, എല്ലാവർക്കും നവമി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നും ഒരു സ്പെഷ്യൽ കറി തന്നെയാണ്. അമ്മയുടെ ഒരു സ്പെഷ്യൽ കറിയാണ്. അതായത് നാടൻ രീതിയിൽ തക്കാളിയും ചെമ്മീനും കൂടെയാണെന്ന് കറി വെക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ തക്കാളി കറി. അതിന് വേണ്ട സാധനങ്ങൾ: തൊണ്ടെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ 200 ഗ്രാം ചെമ്മീൻ, ഒരു മുറി തേങ്ങ കല്ലേലിട്ട് നല്ലോണം വടിയ അരച്ചെടുത്തത്, തക്കാളി ചെറുത് 4 എണ്ണം, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ഉള്ളി, 2 വറ്റൽ മുളക്, 1/2 ടീസ്പൂൺ കടുക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, ഉപ്പ്, വെളിച്ചെണ്ണ. ഇനി നമുക്ക് ചെമ്മീൻ വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് വെന്താൽ മതി. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വേപ്പില ഇടാം. ഇനി ഇത് മീഡിയം തീയിൽ വേവിക്കാം, വെച്ച് വേവിക്കാം. ഇനി തുറന്ന് ചെമ്മീൻ എന്തോന്ന് നോക്കാം. ചെമ്മീൻ വേവായിട്ടുണ്ട്. ഇനി തക്കാളി ഇടാം. ഇത്തിരി തേങ്ങ അരച്ച വെള്ളം ഒഴിക്കാം തക്കാളി വേവാൻ. ഇത് മൂടി വെച്ച് വേവിക്കാം. നമുക്കത് വെന്തോന്ന് നോക്കാം. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളി ഒരുപാട് വെന്ത് കലങ്ങരുത്. ഇനി ഇതിലേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം തിളച്ച കറി ഇറക്കാം. ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. ഒരു തിളച്ചാൽ മതി. തേങ്ങ അരപ്പ് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വയ്ക്കാം. എന്നിട്ട് വറുത്തിടാം. ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട് കടുക് ഇടണം. ഇനി കടുക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുളക്, ഉള്ളി, വേപ്പില, ഉള്ളി മരിയാറായിട്ടുണ്ട്. ഒന്നുകൂടി മരിഞ്ഞിട്ട് മാറ്റാം. നമ്മുടെ കറി റെഡിയായി. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചെമ്മീൻ കറി തയ്യാറായിട്ടുണ്ട്. ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. സൂപ്പർ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത ബെൽ ബട്ടൺ വരും, അതും കൂടെ മറക്കാതെ പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാം വിലയേറിയ അഭിപ്രായങ്ങളും
പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും കാണാം പുതിയൊരു റെസിപ്പിയുമായിട്ട്. അതുവരേക്കും ബൈ.